പതിവ് പോലെ ദിവസങ്ങൾ മുന്നോട്ടു പോയി. ശിവയും അവൻ്റെ വേദയും ഒരുപാട് പ്രണയിച്ചും ഇണങ്ങിയും പിണങ്ങിയുമെല്ലാം അവരുടെ മാത്രം ലോകത്തായിരുന്നു. കോളേജിൽ പോക്കും ഇതിനിടയിൽ തന്നെ നടന്നു. ചെക്കന് വലിയ മടിയാണെങ്കിലും ആ ഒരു കാര്യത്തിൽ മാത്രം തുമ്പി അവൻ്റെ വാശിക്ക് നിൽക്കില്ല എന്നറിയുന്നത് കൊണ്ട് അനുസരിച്ച് പോകുന്നു. ഇതിനിടയിൽ ദേവൻ നന്ദിയും കുഞ്ഞുമായി അവിടെ തന്നെ മറ്റൊരു ഫ്ലാറ്റ് എടുത്ത് അങ്ങോട്ട് മാറി. ആളൊരു ആക്ടർ ആയതുകൊണ്ട് തന്നെ അധികകാലമൊന്നും നന്ദയുടെയും ഉണ്ണിക്കുട്ടൻ്റെയും കാര്യം രഹസ്യമാക്കി വെക്കാൻ സാധിച്ചിരുന്നില്ല. തൻ്റെ ഭാര്യയും കുഞ്ഞും എന്നുവരെ ലോകത്തിനു മുന്നിൽ പരിചയപ്പെടുത്തുമ്പോൾ ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും അവൻ നേരിടേണ്ടി വന്നു. ഒത്തിരി ഗോസിപ്പുകൾ ഇരുവരെയും കുറിച്ച് പുറത്തിറങ്ങി. നന്ദ എല്ലാം കണ്ടും കേട്ടും ആകെ പേടിച്ചു പോയെങ്കിലും ദേവനും മുഴുവനും കുടുംബവും അവൾക്ക് താങ്ങായി കൂടെ നിന്നു. ഇതിനിടയിൽ നന്ദയുടെ പാസ്റ്റ് പുറത്തറിഞ്ഞ് അതൊരു പ്രശ്നമാവാതിരിക്കാൻ ഒരേയൊരു അളിയൻ്റെ സഹായം ദേവന് തേടേണ്ടി വന്നു. ശിവയുടെ നിർദ്ദേശപ്രകാരം ഇക്ബാൽ ആ ജോലി ഭംഗിയായി പൂർത്തിയാക്കി. ജീവനിൽ കൊതിയുള്ള ആരും ഒരു പരദോഷണത്തിനും നിൽക്കില്ലല്ലോ. അളിയന്മാർ അഞ്ചും ശിവയുമായി അടുക്കാൻ ശ്രമിച്ചു. ചെക്കൻ്റെ റൊമാൻസിൽ പലപ്പോഴും മണ്ണ് വാരിയിട്ട് അവൻ്റെ കൽപ്പിൽ പിടിച്ചു പറ്റി നിൽപ്പുണ്ട്. എല്ലാം ഫ്ലോപ്പായെങ്കിലും അവർ തൻ്റെ ശ്രമം തുടർന്നുകൊണ്ടിരുന്നു. പിന്നെ നടന്നൊരു സന്തോഷമുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ പാർവതി വികാസമായിട്ടുള്ള വിവാഹത്തിന് സമ്മതം അറിയിച്ചു എന്നതാണ്. അതിനുള്ള ഏക കാരണം ശിവ മാത്രമാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ എല്ലാവരുടെ ഉള്ളിലും അത്രയും ഇഷ്ടമാണ് അവനോടിപ്പോൾ. പക്ഷെ ശിവയ്ക്ക് വേണ്ടത് അവൻ്റെ തുമ്പിയുടെ സന്തോഷം മാത്രമായിരുന്നു. അവളുടെ കണ്ണ് നിറഞ്ഞ് കണ്ടിട്ട് മാത്രമാണ് അന്ന് അവൻ സംസാരിക്കാൻ തയ്യാറായതുപോലും. അല്ലെങ്കിൽ ഒരിക്കലും ശിവയായി അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടില്ല. ഇനി വർമ്മയാണെങ്കിൽ ഇപ്പോൾ ഇല്ലിക്കിലേക്ക് വരാറേയില്ല. എല്ലാവരുടെയും വെറുപ്പും ദേഷ്യവും അറിയുന്നത് കൊണ്ട് മന്ത്രിമന്ദിരത്തിൽ തന്നെയാണ് താമസം. പറ്റിച്ചും ചതിച്ചും നേടിയിട്ട മന്ത്രി കസേര മാത്രമാണ് ഇപ്പോൾ കൂട്ടിനുള്ളൂ. ഒപ്പം യാദവിൻ്റെ ഭീഷണി കൂടി മുറക്കി വരുന്നുണ്ട്. അവനായി സത്യമെല്ലാം അവരെ അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ മക്കളുടെ കൈകൊണ്ട് തന്നെയായിരിക്കും മരണമെന്ന് ഉറപ്പാണ് അയാൾക്ക്. എന്ത് ചെയ്യണമെന്ന് ഒരു രൂപവുമില്ലാതെ ഇരിക്കുന്ന അവസ്ഥയിലാണ് അയാൾ. സ്വന്തം കുടുംബം തകർത്ത് നേടിയെടുത്തത് ഒന്നും മൂല്യമുള്ളതായിരുന്നില്ല എന്നുള്ള തിരിച്ചറിവിലാണ് വർമ്മ ഇപ്പോൾ. തനിക്കൊപ്പം എല്ലാത്തിനും കൂട്ടുനിന്ന മൂർത്തിക്കും യാതൊരു നഷ്ടവും ഉണ്ടായിട്ടില്ല എന്നയാൾ ഓർത്തു. അധികാരത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തിയത് സ്വന്തം മകളുടെ ജീവിതമാണ്. അതിൻ്റെ പങ്കുപറ്റാൻ കൂടെയുണ്ടായിരുന്നത് മൂർത്തിയും. അതുപോലെ ദേവനെ നന്ദയിൽ നിന്നും അകറ്റിയത് മൂർത്തിയുടെ കൊച്ചുമകൾക്ക് അവനോടുള്ള അഭിനിവേശം കാരണമായിരുന്നു. എന്നിട്ട് ഒടുക്കം നഷ്ടം തനിക്ക് മാത്രമാണെന്ന സത്യം ഇതിനോടകം തന്നെ മൂർത്തിയും തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരുന്നു. സാർ, ഒരു ഫോണുണ്ട്. ആരായാലും ഇപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞേക്ക്. ഓരോ ചിന്തകളിൽ കുരുങ്ങി നിന്നിരുന്ന ആളോട് IPA വന്ന് പറഞ്ഞതും അമർഷത്തോടെ തന്നെ മറുപടി നൽകി വർമ്മ. ഇപ്പുറത്തുള്ളത് ഒരു സ്രാവ് തന്നെയാണ് സാർ. ഒരു പക്ഷേ സാറിൻ്റെ പ്രശ്നങ്ങളെല്ലാം നീക്കം ചെയ്യാൻ കേൾപ്പുള്ളവൻ. കൈപ്പറ്റിയ കാശിന് ജോലി ചെയ്തുകൊണ്ട് PA സത്യനാരായണൻ പറഞ്ഞതും ആരാ ആളെന്ന പോലെ വർമ്മ അയാളെ നോക്കി. പറഞ്ഞാൽ ഒരു പക്ഷെ സാർ അറിയും. സാറിൻ്റെ പഴയ പാർട്ണർ ദേവമഹേന്ദ്രൻ്റെ മകൻ ത്രിലോക് മഹേന്ദ്രൻ DM. ഒരു നിമിഷം ദേവമഹേന്ദ്രൻ എന്ന പേര് വല്ലാത്തൊരു നടുക്കം വർമ്മയിൽ സൃഷ്ടിച്ചു കളഞ്ഞു. കർത്തവാവിൻ്റെ രാത്രിയുടെ മറവിൽ ഉയർന്നു കേൾക്കുന്ന മകളുടെ അലറിക്കരച്ചിലും പരസ്പരം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന കുറേ മുഖങ്ങളും അയാളുടെ ഉള്ളിൽ തെളിഞ്ഞു. വിയർപ്പിൽ കുതിർന്നു പോയ ഉള്ളം കൈയുടെ സത്യനാരായണനിൽ നിന്നും ആ ഫോൺ കൈ നീട്ടി വാങ്ങി കാതിലേക്ക് ചേർത്ത് പിടിച്ചു വർമ്മ. എന്താണ് നിനക്ക് വേണ്ടത്? പ്രാണൻ. ശിവദർശ് എന്ന ഡെവിൾ ഡോണിൻ്റെ ജീവൻ. എൻ്റെ പപ്പയുടെ ജീവൻ എടുത്ത പപ്പയുണ്ടാക്കിയ സാമ്രാജ്യം മുഴുവനും തകർത്ത് കളഞ്ഞ അവൻ്റെ ജീവനാണ് എനിക്ക് വേണ്ടത്. ത്രിലോകിൻ്റെ ആ വെളിപ്പെടുത്തൽ ഭയം എന്ന വ്യാളി ഉടലൊന്നാക്കി വിഴുങ്ങിയതുപോലെ തോന്നി വർമ്മയ്ക്ക്. ശിവയാണ് മഹേന്ദ്രൻ്റെ മരണത്തിന് പിന്നിലെന്ന കാര്യം അയാളെ അപ്പാടെ ഞെട്ടിച്ച് കളഞ്ഞു എന്ന് തന്നെ പറയാം. ത്രിലോക് പറഞ്ഞത് സത്യമെങ്കിൽ അതിനൊരു കാരണം മാത്രമേ കാണൂ. പാർവതി. ജന്മം നൽകിയവൾക്കുള്ള നീതി നടപ്പിലാക്കുകയാണവൻ. അവളെ പിച്ചി ചിന്തിയുടെ കാലനായതും അവനാണ്. ഡേവിഡിൻ്റെ പപ്പ ജോണിൻ്റെ മരണത്തിനും പിന്നിലും ശിവയാണെന്ന് രവി അന്ന് പറഞ്ഞത് വർമ്മയോർത്തു. അന്ന് വെറും ബിസിനസ് വൈരാഗ്യമെന്ന് കരുതി തള്ളിക്കളഞ്ഞതാണ്. എന്നാലിപ്പോൾ എല്ലാം തമ്മിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എല്ലാത്തിനും പുറകിൽ അവനാണ്. നടപ്പിലാക്കുന്നത് അവൻ്റെ നീതിയും. മിച്ചമുള്ളത് താനും മൂർത്തിയും മാത്രമാണെന്ന് ഒരു ഉൾക്കിടലത്തോടെ അയാൾ ഓർത്തുപോയി. ഞാൻ പറയുന്നത് മിനിസ്റ്റർ കേൾക്കുന്നില്ലേ? ഇപ്പുറത്തുനിന്നും ത്രിലോകിൻ്റെ സ്വരം വീണ്ടും ഉയർന്നതും ഒരു ഞെട്ടലോടെ അവൻ്റെ ചിന്തകളിൽ നിന്നും ഉണർന്ന അയാൾ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്തോ ആലോചിച്ചുറപ്പിച്ചതുപോലെയുള്ള വർമ്മയുടെ ചോദ്യം ത്രിലോകിൻ്റെ ചുണ്ടിൽ തീർത്തും വന്യമായൊരു പുഞ്ചിരി വിരിയിച്ചു. ലാപ്പിൽ കാര്യമായി എന്തോ ചെയ്യുന്നവനെ കണ്ടുകൊണ്ടാണ് തുമ്പി കുളി കഴിഞ്ഞിറങ്ങി വന്നത്. കോളേജിൽ നിന്നും വന്നപ്പോൾ തുടങ്ങിയതാണ്.
എന്താണ് ദർശ? പെണ്ണിൻ്റെ ചോദ്യം കേട്ടതേ കുറച്ച് അസ്വസ്ഥതയുടെ മുഖമൊന്ന് ഉയർത്തി നോക്കിയവൻ. എന്തു പറ്റി? തുമ്പി വീണ്ടും ചോദിച്ചതും ലാപ്പ് അടച്ചു വെച്ചുകൊണ്ട് അവൾക്കരികിലേക്ക് ചെന്ന് വരിഞ്ഞു മുറുക്കി ഇറക്കെ പുണർന്നു ശിവ. ഒന്ന് ഏങ്ങിക്കൊണ്ട് അവനിലേക്കായി ഞെരിഞ്ഞമർന്നു പോയവൾ. അത്രയും ഇറക്കെ, ഒരു കാറ്റിന് പോലും കടക്കാൻ കഴിയാത്ത അത്രയും മുറുക്കി പിടിച്ചിരിക്കുവാണ് അവൻ. ദർശ, എന്തു പറ്റി? തുമ്പിയുടെ ചോദ്യം വന്നതേ അത്ര നേരം അസ്വസ്ഥത നിറഞ്ഞ ആ മുഖമൊന്ന് അയഞ്ഞു. ഒരു നോട്ടത്തിലൂടെ പോലും തന്നെ മനസ്സിലാക്കുന്നവൾ. അത്രയും പ്രണയം തോന്നിപ്പോയവന്. എനിക്ക് മുംബൈ വരെ പോകണം തുമ്പി. എന്താ? തുമ്പി കാര്യം ഒന്നും മനസ്സിലാവാതെ അവനെ മുഖമുയർത്തി നോക്കി. എന്തിനാ ഇപ്പോൾ പോകുന്നേ? ഒരു ബിസിനസ് ഡീലുണ്ട്, ഞാൻ തന്നെ അറ്റൻഡ് ചെയ്യേണ്ട ഡീൽ. അല്ലെങ്കിൽ അവയെ പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു. ശിവ പറഞ്ഞുകൊണ്ട് അവളെ നോക്കിയതും അവനെന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് പോലും മനസ്സിലാവാത്ത അവസ്ഥയിലായിരുന്നു തുമ്പി. ഈ നിമിഷം വരെ താൻ ആരെന്നോ എന്തെന്നോ ഒന്നും തനിക്ക് അറിയില്ലെന്ന് അവൾ ഓർത്തുപോയി. അതിനോ ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും നിനക്ക്. പക്ഷെ വേണ്ട, എൻ്റെ വേദ ഈ ദർശനം മാത്രം അറിഞ്ഞാൽ മതി. അതിൻ്റെ സ്വാർത്ഥതയാണെന്ന് കൂട്ടിക്കോ. നിനക്ക് മുന്നിൽ ദർശനായി തന്നെ നിൽക്കാനാണ് എനിക്കിഷ്ടം. ദർശ, നീ? അതെ, ദർശനാണ്, നിന്റെ മാത്രം ദർശൻ. തുമ്പി എന്താ ചോദിക്കുന്നതിന് മുൻപേ അവളെ വലിച്ച നെഞ്ചിലേക്കിട്ട് ആ കവളിലായി അമർത്തി ചുംബിച്ചു ശിവ. ദർശ, തുമ്പി വീണ്ടും വിളിച്ചതും ഒന്ന് മൂളിക്കൊണ്ട് മറുകവളിൽ ചുംബിച്ചു വിട്ടവൻ. നീ തനിച്ചാണോ പോകുന്നേ? ഞാൻ? എനിക്ക് നീയില്ലാതെ പറ്റില്ല വേദ. വിടർന്ന ചൊടികളിൽ കൂടി ചുംബിച്ചുകൊണ്ട് പതിയെ പറഞ്ഞവൻ. ശരിക്കും നമ്മൾ ഒന്നിച്ചാണോ പോകുന്നേ? വിടർന്ന മിഴികളോട് തുമ്പി വീണ്ടും ചോദിച്ചതും അവളെ എടുത്തുയർത്തി തൻ്റെ ഇടുപ്പിലേക്കായി ചേർത്ത് വെച്ചവൻ. തുമ്പിയുടെ കൈകൾ അവൻ്റെ ഇരുതോളിലുമായി മുറുകി. അതെ, ഒരുമിച്ചാണ് പോകുന്നത്. നേർത്തൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് ആ ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങിയവൻ. തുമ്പിയുടെ കൈകൾ അവൻ്റെ കവിളിനെയും കഴുത്തിനെയും ഒരുപോലെ പൊതിഞ്ഞു പിടിച്ചു. ഏറെ നേരത്തെ ചുംബനത്തിനൊടുവിൽ അവൻ അകന്നു മാറുമ്പോൾ കിതച്ചുകൊണ്ട് അവൻ്റെ തോളിൽ മുഖം അമർത്തി വെച്ചു തുമ്പി. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. കിതപ്പോടെ തന്നെ അവൻ പറഞ്ഞതും എന്തെന്നതുപോലെ മുഖമൊന്ന് ചേരിച്ച് നോക്കിയവൾ. ഐ നീഡ് യു ബേബി. എൻ്റെ വേദ വലിയ കുട്ടിയായെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കുറുമ്പ് നിറഞ്ഞ ചിരിയോടെ അവൻ പറഞ്ഞതും തോളിൽ പല്ലുകൾ ആഴ്ത്തിയൊന്ന് വേദനിപ്പിച്ച് വിട്ടവൾ. എന്താണ് ജാൻവി, വർഷങ്ങൾക്ക് ശേഷം ഈ പാവത്തിനെ കാണാൻ ഒരു അപ്രതീക്ഷിതമായൊരു വിസിറ്റ്? പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് കയ്യിലെ ബിയർ ബോട്ടിൽ അല്പം സിപ്പ് ചെയ്ത് അവൻ ചോദിച്ചതും ചുവന്ന് കലങ്ങിയ മിഴികളുമായി മുഖമൊന്ന് ഉയർത്തി നോക്കിയവൾ. ആ കണ്ണുകൾ നിറയുന്ന പകയും ഭ്രാന്തുമെല്ലാം ഒരേപോലെ വ്യക്തമായി മനസ്സിലായിരുന്നു ത്രിലോകിന്. ശരിക്കും ഭ്രാന്ത് തന്നെയാണ് അവൾക്ക്. ശിവദർശ് എന്ന ഡെവിൽ ഡോണിനുള്ള ഭ്രാന്ത്. വർഷങ്ങൾക്ക് മുന്നേ താൻ തിരിച്ചറിഞ്ഞതാണ്. അവനെ നേടിക്കൊടുക്കാം എന്നേറ്റുകൊണ്ട് കൂടെ നിർത്തിയതായിരുന്നു ഒരിക്കൽ. അനിയത്തിയോടുള്ള ഒരേട്ടൻ്റെ സ്നേഹം മുതലെടുത്ത് ശിവയുടെ സെക്യൂരിറ്റി സിസ്റ്റത്തെക്കുറിച്ച് അറിയാനുള്ള ഒരു ശ്രമം. പക്ഷെ തോറ്റുപോയി. തൻ്റെ ചിന്തകൾക്കും അതീതമാണ് ശിവയും അവൻ്റെ ചെയ്തികളുമെന്ന് ഒരിക്കൽ കൂടി ബോധ്യമായി. കൂടെ നിൽക്കുന്നവരെ ഒന്നും കണ്ണടിച്ച് വിശ്വസിക്കുന്നവനല്ല ഡെവിൽ ഡോൺ. അവരുടെ ബലവും ബലഹീനതയും എന്തെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് എപ്പോഴും ഒരു കൈ അകലത്തിലാകും അവരെല്ലാം നിർത്തുന്നത്. എനിക്കവനെ വേണം ത്രിലോക്. അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കാൻ വേണ്ടിയല്ല ഞാൻ അവനെ സ്നേഹിച്ചത്. മുരണ്ടുകൊണ്ട് പറയുന്നവൾ ത്രിലോകിൻ്റെ കണ്ണിൽ കൗശലം നിറഞ്ഞു. ഇവളെ തനിക്ക് ഇനിയും ആവശ്യമുണ്ട്. ഒരിക്കലും ശിവദർശ് എന്ന കിട്ടാക്കനിയെ അവൾക്ക് നൽകി തൃപ്തിപ്പെടുത്താനല്ല, മറിച്ച് അവനെ തകർത്ത് കളയാൻ. എവിടെ തൊട്ടാൽ ഇപ്പോൾ അവന് പൊള്ളുമെന്ന് വ്യക്തമായി അറിയാമല്ലോ. ജീവിക്കണമെന്ന് യാതൊരു മോഹവും ഇല്ലാത്തവനെയല്ലേ തനിക്ക് തോൽപ്പിക്കാനാവാതിരുന്നത്. പക്ഷേ ഇന്ന് എല്ലാം മാറി മറിഞ്ഞില്ലേ. അവൻ സ്വപ്നം കാണുന്നൊരു ജീവിതമില്ലേ. മനസ്സിലായി ഓർത്തുകൊണ്ട് ജാൻവിയെ ഒരു ചിരിയോടെ നോക്കിയിരുന്നവൻ. ശരി, നിനക്ക് ഞാൻ അവനെ നേടിത്തരുമ്പോൾ എനിക്കെന്താണ് ലാഭം? ത്രിലോകിൻ്റെ ചോദ്യത്തിൽ അവളുടെ മിഴികളൊന്ന് കുറുകി. മനസ്സിലായില്ല? എൻ്റെ ആവശ്യം ക്രിസ്റ്റൽ ക്ലിയർ ആണ് ജാൻവി. എനിക്ക് വേണ്ടത് ശിവ സ്വന്തമാക്കി വെച്ചിരിക്കുന്ന അവൻ്റെ ഭാര്യയെ, ഇല്ലിക്കൽ തറവാട്ടിലെ കുഞ്ഞു രാജകുമാരിയാണ്. പറയുമ്പോൾ അവൻ്റെ കണ്ണിൽ അത്രയും മോഹം നിറഞ്ഞിരുന്നു. വേദിയുടെ ചിരിയും കുറുമ്പുകളും തീർത്ത മോഹം. നുരഞ്ചു പൊന്തിയ ദേഷ്യം കടിച്ചമർത്തി ഇരുന്നതേയുള്ളൂ ജാൻകി. ആ പേര് പോലും അവൾ തീർക്കുന്ന ദേഷ്യം അത് അത്രയും തീവ്രമാണ്. അത്രയും മോഹിച്ച് പ്രണയിച്ച് സ്വന്തമാക്കാൻ ആഗ്രഹിച്ചവനെ തട്ടിയെടുത്ത് കളഞ്ഞവളാണ്. പിന്നെ എങ്ങനെ ദേഷ്യം തോന്നാതിരിക്കും? കൊന്നു കളയണം അവളെ, അതും എൻ്റെ ഈ കൈകൊണ്ട് തന്നെ. അതിൽ കുറഞ്ഞൊരു ശിക്ഷയും ശിവയുടെ താലിയും പ്രണയും സ്വന്തമാക്കി വെച്ചവൾക്ക് നൽകാനില്ല. ഭാഗ്യയുടെ മനസ്സിൽ ഓർത്തുകൊണ്ട് ത്രിലോകിന് മുന്നിൽ അവൻ്റെ ആവശ്യം അംഗീകരിച്ചതുപോലെ ഇരുന്നു.
അവന് ശിവയ്ക്കെതിരെ നിൽക്കാൻ ഒരു ചാവേറിനെ ലഭിച്ച സന്തോഷത്തിൽ ജാൻവിയെ നോക്കിയൊന്ന് ചിരിച്ചു. വരുന്ന ആഴ്ചയിലെ ഓണാഘോഷം കഴിഞ്ഞിട്ട് അന്ന് നൈറ്റ് മുംബൈക്ക് പോകാമെന്നാണ് ശിവയുടെ തീരുമാനം. തുമ്പി ആദ്യമായിട്ടല്ലേ കോളേജിലെ ഓണാഘോഷത്തിന് പങ്കെടുക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും അവൾക്കുണ്ട്. അതൊന്നും നഷ്ടപ്പെടുത്താൻ ആഗ്രഹമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ശിവ പോക്ക് നീട്ടിവെച്ചതും. അവളില്ലാതെ പോകാനും വയ്യ. 10 ദിവസത്തെ ഓണാവധി അവിടെ സ്പെൻഡ് ചെയ്യാനാണ് ശിവയുടെ പ്ലാൻ. അളിയന്മാരെ പേടിച്ചുകൊണ്ടുള്ള ഒരു ഒളിച്ചോട്ടമാണെന്നാണ് മറ്റൊരു സത്യം. ആഗ്രഹിച്ച് മോഹിച്ച് റൊമാൻസിച്ച് വരുമ്പോൾ ആ ടൈം നോക്കി പെങ്ങളെയും അളിയനെയും സ്നേഹിക്കാനെത്തുന്ന അളിയന്മാരായതുകൊണ്ടാണ് ശിവ ഇങ്ങനെ തീരുമാനിച്ചത് എന്നവന് മാത്രം അറിയാവുന്നൊരു രഹസ്യം. ചിണുങ്ങി പെയ്യുന്ന മഴയിലേക്ക് ജനൽ വഴി നോക്കിയിരിക്കുമ്പോൾ തുമ്പിയുടെ കവിളുകളിലേക്ക് ചുടുരക്തം ഇരച്ചു കയറി ചുവന്ന് തൊടുത്തു പോയിരുന്നു. ഫ്രീ പീരീഡാണിപ്പോൾ. ക്ലാസ്സിലുള്ളവർ എല്ലാം ഓരോ കളിയിലും സംസാരത്തിലുമാണ്. തുമ്പിയുടെ ഗ്യാങ് മുഴുവനും അച്ഛൻ്റെ ലാപ്പിൽ ഏതോ ഹൊറർ ഫിലിം കാണുന്ന തിരക്കിലും. തുമ്പിക്ക് മാത്രം എന്തോ അതിലൊന്നും ഒരു താല്പര്യവും തോന്നിയില്ല. ഫോണിൽ ഹെഡ്സെറ്റ് കണക്ട് ചെയ്ത് ചെവിയിലേക്ക് വെച്ച് ഡെസ്കിൽ മുഖം വെച്ച് കിടന്ന് പാട്ട് കേൾക്കുവാണ് പെണ്ണ്. മഴയും കാതിൽ മുഴങ്ങി കേൾക്കുന്ന അവൻ്റെ സ്വരത്തിലുള്ള പ്രണയഗാനവും ഒരു കോംബോ ശരിക്കും വല്ലാത്തൊരു കിക്കാണ്. തനിക്ക് വേണ്ടി മാത്രം അവൻ പാടുന്നതാണ്. അതാകും ആ ഗാനത്തിന് പോലും ഇത്രയും മധുരം. നേരം ഏറെ കടന്നു പോകുമ്പോൾ അവനെ കാണുവാൻ വല്ലാത്തൊരു മോഹം തോന്നിപ്പോയി അവൾക്ക്. ശരിക്കും അവൻ പറയുന്ന പോലെ എപ്പോഴും ഇങ്ങനെ ഒരുമിച്ച് ചേർന്നിരിക്കാൻ തോന്നുന്നൊരു മോഹം. നിന്നേക്കാൾ ഭ്രാന്തിപ്പോ എനിക്കായോ ദർശ? അറിയാതെ ഉള്ളിൽ ചോദിച്ചു പോയതും അത്രയും മനോഹരമായൊരു പുഞ്ചിരി അവളുടെ അധരങ്ങളിൽ വിരിഞ്ഞു. അപ്പോഴേക്കും അരികിൽ അറിഞ്ഞ സാന്നിധ്യത്തിൽ മുഖമുയർത്തി നോക്കുമ്പോൾ കണ്ടു താൻ കിടക്കുന്നത് പോലെ ഡെസ്കിൽ കവിളുകൾ ചേർത്ത് വെച്ച് കിടന്നുകൊണ്ട് ഇമച്ചിമ്മാതെ തന്നെ നോക്കുന്നവനെ. ദർശ വിടർന്ന ചിരിയോടെ വിളിച്ചുകൊണ്ട് അവൻ്റെ കവിളിൽ കൈവച്ചതും മിഴികളൊന്ന് ചിമ്മിക്കുറുമ്പോടെ ചിരിച്ച ശിവ തുമ്പി ചുറ്റുമൊന്ന് നോക്കി. എല്ലാവരും അവരുടെ ജോലികളിലാണ്. വെറുതെ പോലും തങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് ഒന്ന് നോക്കുന്ന പോലുമില്ല. അവനും കാണുന്നുണ്ട് അത്ഭുതത്തോടെ ചുറ്റും നോക്കുന്നവളെ. ഉള്ളിൽ എന്താകും എന്നറിയാവുന്നത് കൊണ്ട് നേർത്തൊരു ചിരിയോടെ അവളിൽ മാത്രം മിഴികൾ ഉറപ്പിച്ചു നിന്നവൻ അടുത്ത നിമിഷം അവനെ പോലും ഒന്നമ്പരിപ്പിച്ചുകൊണ്ട് മുഖമൊന്ന് കുനിച്ച് അവൻ്റെ കവളിൽ അമർത്തി ചുംബിച്ചിരുന്ന തുമ്പി. മുള്ളുകൾ പോലെ കൊത്തിക്കയർന്ന അവൻ്റെ താടി രോമങ്ങൾ നൽകിയ കുഞ്ഞു നോവിൽ അവളുടെ ചുണ്ടുകൾ അകന്നു മാറി. അവിടെ ആഴത്തിൽ ഒന്ന് നുണഞ്ഞെടുത്തവൾ. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അവളുടെ ആ പ്രവൃത്തിയിൽ അവൻ്റെ ഉടലൊന്ന് വിറച്ചുപോയി. നീ എന്ത് ക്യൂട്ടാണെന്നറിയോ ദർശ? കടിച്ചങ്ങ് തിന്നാൻ തോന്നിപ്പോകും. കാതിലായി സ്വകാര്യം പോലെ അവൾ മന്ത്രിക്കുമ്പോൾ മിഴികൾ ഇറക്കിയടച്ച് മുഷ്ടി ചുരുട്ടി പിടിച്ചവൻ. തുമ്പി നേർത്തൊരു ചിരിയോടെ അവനിൽ നിന്നും മകന്നുകൊണ്ട് ഡെസ്കിലേക്ക് തലവെക്കാൻ ഒരുങ്ങിയതും ഒരു കൈ അവൾക്കായി വിടർത്തി വെച്ച് ശിവ. തുമ്പി ആ കൈയിൽ തൻ്റെ കവിൾ ചേർത്ത് വെച്ചുകൊണ്ട് അവനെ നോക്കിക്കിടന്നു. ഏറെ നേരം ഒരു വാക്ക് പോലും പറയാതെ മൗനത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കാനും വല്ലാത്തൊരു ഇഷ്ടം പോലെ. മിഴികളിൽ നിന്നും തെന്നി ഒഴുകി അവൻ്റെ നോട്ടം അവളുടെ ആദരങ്ങളിൽ മാത്രമായതും അത്ര നേരം ഇമ്മശിമ്മാതെ ഉറ്റുനോക്കിയിരുന്നവൾ ഒന്ന് വിറച്ചുപോയി. എന്നും എത്രയേറെ ഉമ്മകൾ വച്ചാലും ഓരോ തവണയും പുതുമ ഏറിയവയാണ്. ആദ്യമായി രുചിച്ചറിയുന്ന അനുഭൂതിയാണ്. വിയർപ്പ് പൊടിയുന്ന മേൽച്ചുണ്ടും ചുവന്ന് കയറിയ മുഖവും പിടയ്ക്കുന്ന മിഴികളുമായി നിൽക്കുന്നവളെ കാണി അത്രയും ഭംഗിയായി അവൻ്റെ ആദരങ്ങളും ഒന്ന് വിടർന്നു. ഇവിടെ വെച്ച് ഞാൻ നിന്നെ ചുംബിക്കില്ല വേദ, സോ ജസ്റ്റ് റിലാക്സ്. നേർത്തൊരു ചിരിയോടെ ഇമ്മകൾ ചിമ്മാതെയുള്ള നോട്ടത്തോടെ അവൻ പറഞ്ഞു നിർത്തിയതും മുഖമൊന്ന് കുനിച്ച് ആ നെറുകിൽ ചുംബിച്ചു വേദ. വികൃതി. അത്രയും സ്നേഹത്തോടെ അവൻ്റെ കവിളിൽ കൈകൊണ്ട് തഴുകി അവൾ പറയുമ്പോൾ പ്രണയം കൊണ്ട് അവൻ്റെ ഉള്ളം വിങ്ങുന്നുണ്ടായിരുന്നു.